ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ പെരുന്നാളാണ്. പെരുന്നാൾ ഇങ്ങനെയായിരിക്കും ലക്ഷദ്വീപിൽ, അതാണ് ഈ ഒരു വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. ലക്ഷദ്വീപിൽ മൊത്തത്തിൽ പറയുന്നില്ല, പല ദ്വീപിലും പല രീതിയായിരിക്കും. ഇത് കിൽത്താൻ ദ്വീപിലെ പെരുന്നാളാണ്. കിൽത്താൻ ദ്വീപ് ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ആഘോഷിക്കുന്നത്, അതാണ് ഈ ഒരു വ്ളോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ പണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നത്. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് പുറത്ത് പോകുന്നതും ഫ്രണ്ട്സ് ഒരുമിച്ച് പോകുന്നതും അത് വേറെ തന്നെ ഒരു വൈബായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് അതൊക്കെ മാറി. ആ ഒരു രീതിയും സംഭവമൊക്കെ നമുക്ക് മാറി, അല്ലേ? അതൊക്കെ മാറി. അപ്പോൾ ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോകുന്നു. ചെറിയ കുട്ടികൾ ഒരു 50 രൂപ മതിയായിരുന്നു ആ സമയത്ത്. ഇന്നൊന്നും അത് പോരാ. അങ്ങനെയായി. 50 രൂപയ്ക്ക് നമുക്ക് വലിയൊരു കാര്യമായിരുന്നു. ഇന്നൊരു 100-200 രൂപ പോലെ കിട്ടിയാൽ തികയാത്ത അവസ്ഥയാണ്. 500, 600, 1000 രൂപയ്ക്ക് വേണം. അപ്പോൾ പറഞ്ഞു വന്നത് പെരുന്നാൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഓർമ്മയിലൊക്കെ നമ്മൾ പെരുന്നാളിന് എല്ലാവരും അതായത് പെരുന്നാളിൻ്റെ മുമ്പത്തെ ദിവസം ഫുള്ള് ക്ലീൻ ആക്കുന്നു. നമ്മുടെ വീടും പരിസരമൊക്കെ ക്ലീൻ ആക്കുന്നു. അതേപോലെ ഫുള്ള് സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു. പിന്നെ ഫുള്ള് തിരക്കായിരിക്കും. അവിടെ ഇവിടെ ഓട്ടം, പുതിയ ഡ്രസ്സ് എടുക്കൽ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. പിന്നെ അന്ന് രാത്രി മൈലാഞ്ചി വെക്കും നമ്മൾ. ഇതോ സുനാച്ചിട്ടില്ല, അതൊക്കെ മോഡേൺ ആൾക്കാരായി അപ്പോൾ ഒന്നും ഇങ്ങനെ വെക്കാറില്ല. നമ്മളിങ്ങനെ ഫുള്ള് കയ്യിൽ ഈ അരച്ച മൈലാഞ്ചി നല്ല ഇല അരച്ചിട്ട് അത് നമ്മൾ കയ്യിൽ മൊത്തം ഇങ്ങനെ വെക്കും. അതൊക്കെ ഇവിടുത്തെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പോൾ ഭയങ്കര കുറവാണ്. ആൾക്കാർക്ക് ഇങ്ങനെ ഫുള്ള് ഡിസൈനൊക്കെ വരയ്ക്കുക, അങ്ങനെ ഇതിലുണ്ടോ വരച്ചിട്ട് ഡിസൈനൊക്കെ വരയ്ക്കുക, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പെരുന്നാൾ വിശേഷം കാണാല്ലേ. അതായത് നമ്മൾ പലഹാരം ഉണ്ടാക്കും. അതായത് പെരുന്നാളിനും കുറച്ച് ദിവസം, ഒരു 2-3 ദിവസം മുമ്പ് നമ്മൾ പലഹാരം ഉണ്ടാക്കണം. ഒരു 3-4 വെറൈറ്റി ഉണ്ടാക്കും. ഇതിൽ ഞാൻ എല്ലാം കാണിക്കുന്നില്ല, കാരണം എല്ലാത്തിൻ്റെ ക്ലിപ്പ് ഞാൻ എടുക്കാൻ മറന്നുപോയി. അതുപോലെ എന്താ പെരുന്നാൾ ചോറുണ്ടായിരുന്നു. നല്ല ബിരിയാണി ഇവൻ്റെ ഉമ്മയായിരുന്നു വെച്ചത്. നല്ല ബിരിയാണി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് മറന്നുപോയി. പിന്നെ മൈലാഞ്ചൊക്കെ ഇടുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ക്ലിപ്പൊക്കെ എടുക്കുന്നത് കാണാം. പിന്നെ പലഹാരം കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അതും കാണാം. പിന്നെന്താ, പിന്നെ അങ്ങനെ എന്തൊക്കെയുണ്ട്. വെറുതായിട്ടൊന്നും ഇല്ല സംഭവം. എൻ്റെ വീട്ടിൽ അപ്പോൾ അതെന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിലൂടെ നമ്മൾ അതൊക്കെയാണ് കാണാൻ പോകുന്നത്. അത്ര തന്നെ. പിന്നെ പെരുന്നാൾ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുമിച്ചൊക്കെ പോയിരുന്നു. പക്ഷേ അതിൻ്റെ ക്ലിപ്പൊക്കെ എടുക്കാം. അങ്ങനെ മൊത്തത്തിൽ ക്ലിപ്പ് പറഞ്ഞത് ഇതാണ്. പക്ഷേ കുറച്ച് സംഭവം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബ്ലോഗിലൂടെ കാണാം. അപ്പോൾ അലിയാരുടെ ഓമന ബീവി, നബി തങ്ങളുടെ ഫാത്തിമ ബീവി. അലിയാരുടെ ഓമന ബീവി, നബി തങ്ങളുടെ ഫാത്തിമ ബീവി. അൻപെഴും മെക്കയില്ലാവ് കണ്ട് തക്ബീർ വിളിക്കാനായി മണലോട് മണൽക്കാട്ടിൽ അത്തറിൻ കാറ്റു വന്നു. അലിയാരുടെ ഓമന ബീവി, നബി തങ്ങളുടെ ഫാത്തിമ ബീവി. പിന്നെ ഒരു കാര്യം കൂടി മറന്നുപോയി പറയാൻ. ഇതിൻ്റെ ലാസ്റ്റിൽ 2 ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്ട് വീഡിയോ. ഒന്ന് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോൾ ഞാൻ ചുമ്മാ എടുത്ത് ബീച്ച് സൈഡിലെടുത്തൊരു ചെറിയൊരു ക്ലിപ്പ്. പിന്നെ ഈ വിക്കർ ഉണ്ടാവില്ലേ, ദഫ്മുട്ട് ഓരോ വീട്ടിലും പോയിട്ട് പള്ളിയിൽ നിന്ന് വന്നിട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ വീട്ടിൽ കളിച്ച് ചെറിയൊരു ക്ലിപ്പും കൂടി. അത് ഒരു 6 ആൾക്കാരേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഭയങ്കര കുറഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഒന്നും പോവാറില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ അതും കൂടി നമുക്ക് കാണാം.